ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ള പഠനഭാഗങ്ങളായ ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 17:1 എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് എന്നാണ് ഈശോ ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം ദുഷ്പ്രേരണകൾ. 2, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. 3, സഹോദരൻ തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചാൽ അവനോട് എന്ത് ചെയ്യണം? ഉത്തരം അവനോട് ക്ഷമിക്കണം. 4, ലൂക്ക 17:5 അനുസരിച്ച് തങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണമെന്നാണ് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. 5, യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികളാണ് അവനെ കണ്ടത്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. 6, യേശുവിനോട് നന്ദി പറഞ്ഞ രോഗവിമുക്തനായ കുഷ്ഠരോഗി ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം സമരിയാക്കാരൻ. 7, തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ രോഗവിമുക്തനായ കുഷ്ഠരോഗിയോട് ഈശോ അവസാനമായി പറഞ്ഞത് എന്താണ്? ഉത്തരം എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 8, ദൈവരാജ്യം എവിടെ തന്നെയുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. 9, തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ എങ്ങനെയായിരിക്കും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും. 10, ലൂക്ക 17:31 പ്രകാരം എവിടെ ആയിരിക്കുന്നവരാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് യേശു സൂചിപ്പിക്കുന്നത്? ഉത്തരം വയലിൽ ആയിരിക്കുന്നവൻ. 11, 2 സ്ത്രീകൾ ഒരുമിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ലൂക്ക 17:35 യേശു പറഞ്ഞത്? ഉത്തരം ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. 12, ശവം ഉള്ളിടത്ത് എന്ത് വന്നുകൂടും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കഴുകന്മാർ. 13, ലൂക്ക 18:1 പറയുന്ന വിധവയെക്കുറിച്ചുള്ള ഉപമയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. 14, ലൂക്ക 18:2 ന്യായാധിപനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടാത്തവനായിട്ട്. 15, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ഉത്തരം വിശ്വാസം. 16, ലൂക്ക 18 9 മുതൽ 14 വരെയുള്ള പരാമർശിക്കുന്ന ഉപമയിൽ ആരാണ് നീതീകരിക്കപ്പെട്ടത്? ഉത്തരം ചുങ്കക്കാരൻ. 17, ധനികനായ മനുഷ്യൻ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 18, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് യേശു
എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനോട്. 19. യേശു തൻ്റെ മരണം പ്രവചിച്ചത് ആരോടാണ്? ഉത്തരം 12 ശിഷ്യന്മാരോട്. 20. ലൂക്ക 18:38 അന്ധൻ യേശുവിനെ വിളിച്ചത് എപ്രകാരമാണ്? ഉത്തരം ദാവീദിന്റെ പുത്രനായ യേശുവേ. 21. അന്ധന്റെ സൗഖ്യം കണ്ട ജനക്കൂട്ടം എന്താണ് ചെയ്തത്? ഉത്തരം ദൈവത്തെ സ്തുതിച്ചു. 22. ലൂക്ക 18:12 ഫരിസേയൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം ആഴ്ചയിൽ 2 പ്രാവശ്യം. 23. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് എത്രാമത്തെ പ്രവചനമാണ്? ഉത്തരം 3-ാമത്തെ പ്രവചനം. 24. വിധവയുടെ ഉപമ പഠിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം നിരന്തരമായ പ്രാർത്ഥനയെക്കുറിച്ച്. 25. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഇവ ആരുടെ വാക്കുകളാണ്? ഉത്തരം ഫരിസേയന്റെ. 26. ഈശോ എവിടെ പ്രവേശിച്ചപ്പോഴാണ് സക്കേവൂസിനെ കണ്ടുമുട്ടിയത്? ഉത്തരം ജെറീക്കോയിൽ പ്രവേശിച്ചപ്പോൾ. 27. യേശുവിനെ കാണാൻ സക്കേവൂസ് കയറിയ മരത്തിന്റെ പേരെന്തായിരുന്നു? ഉത്തരം സിക്കമൂർ മരം. 28. ലൂക്ക 19:12 പ്രകാരം പ്രഭു വിദേശത്തേക്ക് പോയത് എന്തിനാണ്? ഉത്തരം രാജപദവി സ്വീകരിക്കാൻ. 29. പൗരന്മാർ പ്രഭുവിനെതിരെ കൊടുത്ത നിവേദനം എന്തായിരുന്നു? ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. 30. രാജാവിനെ ഭയപ്പെട്ട ഭൃത്യൻ തനിക്ക് ലഭിച്ച നാണയങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചത്? ഉത്തരം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. 31. ലൂക്ക 19:29 പറയുന്ന ഒലിവു മലയ്ക്കരികിലുള്ള 2 സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ബെത്ഫഗെ, ബെഥാനിയ. 32. ഇവർ മൗനം ഭജിച്ചാൽ ഡാഷ് ആർത്തു വിളിക്കുമെന്ന് ലൂക്ക 19:40 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഈ കല്ലുകൾ. 33. ലൂക്ക 19:45 പ്രകാരം ഈശോ പുറത്താക്കിയത് ആരെയാണ്? ഉത്തരം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. 34. എൻ്റെ ആലയം ഡാഷ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഉത്തരം പ്രാർത്ഥനാലയം. 35. യേശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാമായിരുന്നു? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 36. ലൂക്ക 20:4 ഈശോ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 37. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഡാഷ് ആയി തീർന്നു. ഉത്തരം മൂലക്കല്ല്. 38. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത്
ആർക്കെതിരായിട്ടാണ്? ഉത്തരം നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും. 39. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്? ഉത്തരം അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം. 40. പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം എന്ന വചനഭാഗത്ത് എത്ര സഹോദരന്മാരെ പറ്റിയാണ് പറയുന്നത്? ഉത്തരം 7 സഹോദരന്മാരെ പറ്റി. 41. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്നും ഉയിർക്കുന്നതിനും യോഗ്യരായവർ എന്തു ചെയ്യുകയില്ലെന്നാണ് ലൂക്ക 20:35 പറയുന്നത്? ഉത്തരം വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. 42. മോശ മുൾപടർപ്പിൽ വച്ച് കർത്താവിനെ വിളിച്ചത് എന്താണ്? ഉത്തരം അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും. 43. ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് ലൂക്ക 20:46 പറയുന്നത്, യേശു പറയുന്നത്? ഉത്തരം നിയമജ്ഞരെ. 44. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. ആരെ? ഉത്തരം നിയമജ്ഞർ. 45. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പുതുട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടുന്നതാണ് യേശു കണ്ടത്? ഉത്തരം 2 ചെമ്പുതുട്ടുകൾ. 46. ധനികർ തങ്ങളുടെ എന്തിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം സമൃദ്ധിയിൽ നിന്ന്. 47. ലൂക്കായിൽ എവിടെയാണ് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ലൂക്ക 21 5-6 വാക്യങ്ങൾ. 48. നിങ്ങൾ ഈ കാണുന്നവ ഡാഷ് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. 21:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കല്ലിന്മേൽ കല്ല്. 49. ആരും നിങ്ങളെ എന്ത് തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉത്തരം വഴി. 50. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ഭയപ്പെടരുത്. 51. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഡാഷ് ഇനിയും ആയിട്ടില്ല. ഉത്തരം അവസാനം. 52. വലിയ ഡാഷ് പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഉത്തരം വലിയ ഭൂകമ്പങ്ങളും. 53. ഭീകര സംഭവങ്ങളും ആകാശത്ത് നിന്ന് വലിയ ഡാഷും ഉണ്ടാകും. ഉത്തരം അടയാളങ്ങളും. 54. എൻ്റെ നാമത്തെ പ്രതി ആരുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ. 55. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം വാക്ചാതുരിയും ജ്ഞാനവും. 56. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും എന്ത് ചെയ്യുമെന്നാണ് 21:17 പറയുന്നത്? ഉത്തരം ദ്വേഷിക്കും. 57. ലൂക്കായിൽ എവിടെയാണ് ജെറുസലേമിന്റെ പതനത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ലൂക്ക 21 20-24 വാക്യങ്ങളിൽ.
58. ജെറുസലേമിന് ചുറ്റും ഡാഷ് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഉത്തരം: സൈന്യം താവളമടിച്ചിരിക്കുന്നത്. 59. ജെറുസലേമിൻ്റെ പതനം നടക്കുമ്പോൾ എവിടെയുള്ളവരാണ് പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് വചനം പറയുന്നത്? ഉത്തരം: ഗ്രാമങ്ങളിലുള്ളവർ. 60. പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കാണ് ദുരിതം എന്ന് പറയുന്നത്? ഉത്തരം: ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. 61. ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെയാണ് അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കുമെന്ന് പറയുന്നത്? ഉത്തരം: വിജാതീയരുടെ. 62. ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുന്നത് എന്ത് ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ടാണ്? ഉത്തരം: സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള. 63. എല്ലാം സംഭവിക്കുന്നതുവരെ ഈ ഡാഷ് കടന്നു പോവുകയില്ല. ഉത്തരം: തലമുറ. 64. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. 65. ലൂക്ക 21:37 അനുസരിച്ച് രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തുപോയി എവിടെയാണ് വിശ്രമിച്ചത്? ഉത്തരം: ഒലിവുമലയിൽ. 66. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഉത്തരം: പെസഹ. 67. യേശുവിനെ വധിക്കാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന നിയമജ്ഞരും പുരോഹിതരും ഭയപ്പെട്ടത് ആരെയാണ്? ഉത്തരം: ജനങ്ങളെ. 68. യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി യൂദാസ് ആലോചന നടത്തിയത് ആരോടാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരോടും സേനാധിപന്മാരോടും. 69. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ശിഷ്യൻ ആരാണ്? ഉത്തരം: യൂദാസ്. 70. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൽ ബലി കഴിക്കേണ്ടി വരുന്നത് എന്തിനെയാണ്? ഉത്തരം: പെസഹ കുഞ്ഞാടിനെ. 71. പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു ചുമതലപ്പെടുത്തിയ ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം: പത്രോസ്, യോഹന്നാൻ. 72. സമയമായപ്പോൾ ഈശോയോടൊപ്പം ഭക്ഷണത്തിനിരുന്നത് ആര്? ഉത്തരം: അപ്പസ്തോലന്മാർ. 73. ഈശോ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞത് എന്ത്? ഉത്തരം: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. 74. മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്ന് ഈശോ പറഞ്ഞത് എന്നുവരെയാണ്? ഉത്തരം: ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ. 75. ശിഷ്യന്മാർക്കിടയിൽ തർക്കമുണ്ടായത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെ പറ്റി. 76. എൻ്റെ പിതാവ് എനിക്ക് ഡാഷ് ഞാൻ നിങ്ങൾക്കും തരുന്നു. ഉത്തരം: രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. 77. ഈശോ ശിഷ്യന്മാരിൽ നിന്നും എത്ര ദൂരം മാറി നിന്നാണ് മുട്ടിന്മേൽ നിന്ന്
പ്രാർത്ഥിച്ചത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം. 78. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും. ഉത്തരം അന്ധകാരത്തിൻ്റെ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. 79. പത്രോസിനെ നോക്കി ഇവനും അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഒരു പരിചാരിക. 80. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞത് എന്താണ്? ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. 81. നീ യഹൂദരുടെ രാജാവാണോ എന്ന് ഈശോയോട് ചോദിച്ചത് ആരാണ്? ഉത്തരം പീലാത്തോസ്. 82. പീലാത്തോസ് ഈശോയെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഉത്തരം ഹെറോദേസിന്റെ. 83. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഞാൻ ഇവനിൽ കണ്ടില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പീലാത്തോസിന്റെ. 84. ജനക്കൂട്ടം ഈശോയ്ക്ക് എതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ഉത്തരം അവനെ ക്രൂശിക്കുക. 85. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ഈശോ സ്ത്രീ സമൂഹത്തോട്. 86. ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം എങ്ങനെയാണ് വിളിക്കപ്പെട്ടിരുന്നത്? ഉത്തരം തലയോട്. 87. കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയ്ക്ക് അടുത്തു വന്ന് വിനാഗിരി കൊടുത്തത് ആരാണ്? ഉത്തരം പടയാളികൾ. 88. ഈശോയുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്തായിരുന്നു? ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ്. 89. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനാണ് എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ഉത്തരം ശതാധിപൻ. 90. ഈശോയുടെ ശരീരം താഴെ ഇറക്കി തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വച്ചത് ആരാണ്? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്. 91. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ ഡാഷ് ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ഉത്തരം മരിച്ചവരുടെ ഇടയിൽ. 92. മനുഷ്യപുത്രൻ ആരുടെ കൈകളിലാണ് ഏൽപ്പിക്കപ്പെടുക? ഉത്തരം പാപികളുടെ. 93. പത്രോസ് കുനിഞ്ഞ് കല്ലറയുടെ അകത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത്. 94. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം 60 സ്താദിയോൻ. 95. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? യേശുവിനോട് ഇത് ചോദിച്ചത് ആരാണ്? ഉത്തരം ക്ലെയോപ്പാസ്. 96. ലൂക്ക 24:23 സ്ത്രീകൾ തിരിച്ചു വന്ന് തങ്ങൾക്ക് ആരുടെ ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്? ഉത്തരം ദൂതന്മാരുടെ. 97. എമ്മാവൂസിലെ ശിഷ്യന്മാരെ യേശു വിളിച്ചത് എന്തായിരുന്നു? ഉത്തരം ഭോഷന്മാരെ.
98 എനിക്കുള്ളതുപോലെ ഡാഷ് ഭൂതത്തിന് ഇല്ലല്ലോ. ലൂക്ക 24:40 അനുസരിച്ച് പൂരിപ്പിക്കാനുള്ള ഉത്തരം മാംസവും അസ്ഥികളും. 99 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ ഡാഷ് അവൻ തുറന്നു. ഉത്തരം മനസ്സ്. 100 എവിടെ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കാനാണ് ഈശോ പറഞ്ഞത്. ഉത്തരം ഉന്നതത്തിൽ നിന്ന്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.